കർണാടകയിലെ അങ്കോളയിൽ മണ്ണിടിച്ചിലിൽപ്പെട്ട അർജുനായി 5ാം ദിവസവും തെരച്ചിൽ നടക്കുകയാണ്. അർജുൻ സഞ്ചരിച്ച ലോറിയുടേതെന്ന് സംശയിക്കുന്ന സിഗ്നൽ റഡാറിൽ കണ്ടെത്തിയെന്ന പരിശോധനയ്ക്കെത്തിയ NIT സംഘം പറഞ്ഞു. നേവി, NDRF, SDRF സംഘവും പോലീസും അപകടസ്ഥലത്തുണ്ട്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സ്ഥലം സന്ദർശിക്കും. 5 ദിനം മുമ്പ് മണ്ണിനടിയിൽ മറഞ്ഞ അർജുനായി 100ാം മണിക്കൂറിൽ ഗംഗാവലി നദിയുടെ തീരത്ത് കയ്യും മെയ്യും മറന്നൊരുമിക്കുകയാണ് രക്ഷാസംഘം. JCBകളും ലോറികളും എത്തിച്ച് മണ്ണുമാറ്റിയാണ് 60ലേറെ പേർ ജീവൻ തേടുന്നത്. അതിനിടയിൽ മണ്ണിനടിയിൽ പ്രതീക്ഷയേകി 3 തവണ റഡാർ സിഗ്നലുകൾ ലഭിച്ചു. എന്നാൽ കനത്ത മഴയും പുഴയിലെ നീരൊഴുക്കും ചളിയും മണ്ണും റഡാർ പരിശോധനയിലും പ്രതിസന്ധിയായി. ഭയങ്കര നോൺ യൂണിഫോം ആയിട്ടുള്ള സോയിലാണ്. റോക്ക് ഉണ്ട്, വാട്ടർ കണ്ടന്റ് ഉണ്ട്, എയർ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് റീഡിങ്സ് കിട്ടിയേക്കാം. പക്ഷെ നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു വെഹിക്കിളിന്റെ പ്രൊഫൈൽ, അതായത് ഒരു വെഹിക്കിളിന്റെ ഒരു ഡയമെൻഷൻ ഉണ്ടല്ലോ, ആ ഒരു ഏരിയയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് റീഡിംഗ് കിട്ടിയാൽ നമുക്ക് ഏകദേശം ഉറപ്പ് പറയാം. അല്ലാതെ നമുക്ക് ഇവിടെ കിട്ടുന്ന റീഡിംഗ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. മേഖലയിൽ ഇനിയും മണ്ണിടിയാനുള്ള സാധ്യത നിലനിൽക്കെയാണ് രക്ഷാപ്രവർത്തനം. രക്ഷാപ്രവർത്തന സൈന്യം വരേണ്ട ആവശ്യമില്ലെന്ന് സ്ഥലം സന്ദർശിച്ച കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി പറഞ്ഞു. അർജുനടക്കം 3 പേരെയാണ് ഇനി കിട്ടാനുള്ളത്. മീഡിയ 1 അങ്കോള.